ആശാ വർക്കേഴ്സ് സമരത്തിൽ സർക്കാർ നിലപാടിനെ വിമർശിച്ച് കേരള സാഹിത്യ അക്കാദമി അധ്യക്ഷൻ കെ സച്ചിദാനന്ദൻ. ഇടത് സർക്കാർ ആശമാരെ അവഹേളിക്കരുത് എന്ന് കെ സച്ചിദാനന്ദൻ പറഞ്ഞു. ആശാ വർക്കേഴ്സിന്റെ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് സെക്രട്ടേറിയറ്റിന് മുന്നിൽ സാമൂഹിക സാംസ്കാരിക പ്രവർത്തകർ ജനസഭ സംഘടിപ്പിച്ചു. സെക്രട്ടേറിയറ്റിന് മുന്നിലെ ആശാ വർക്കേഴ്സിന്റെ രാപ്പകൽ സമരം 1.5 മാസവും നിരാഹാര സമരം 7 ദിവസവും പിന്നിടുമ്പോഴാണ് സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് സമരവേദിയിൽ ജനസഭ സംഘടിപ്പിച്ചത്. സാഹിത്യ അക്കാദമി ചെയർമാൻ സച്ചിദാനന്ദൻ, നടനും സംവിധായകനുമായ ജോയ് മാത്യു, ലത്തീൻ അതിരൂപത തിരുവനന്തപുരം വികാരി ജനറൽ യൂജിൻ പെരേര തുടങ്ങിയ പ്രമുഖർ പിന്തുണ പ്രഖ്യാപിച്ച് രംഗത്തെത്തി. ഇടതുപക്ഷ സർക്കാർ ആശമാരെ അവഹേളിക്കരുതെന്നും ചർച്ചയ്ക്ക് ക്ഷണിക്കണമെന്നും സച്ചിദാനന്ദൻ ആവശ്യപ്പെട്ടു. ഒരു സമരം നടക്കുമ്പോൾ അത് ആർ തന്നെ നടത്തിയാലും അവരുടെ ആവശ്യങ്ങളിൽ അല്പമെങ്കിലും ന്യായമുണ്ടെങ്കിൽ സമരം ചെയ്യുന്ന ആളുകളെ ഗവൺമെന്റ് ചർച്ചയ്ക്ക് വിളിക്കുകയും കഴിയുന്ന രീതിയിലുള്ള ഒരു ഒത്തുതീർപ്പ് ഉണ്ടാക്കുകയും ആണ്. ദുർവാശിയും പരിഹാസവും സർക്കാരിന്റെ മുഖമുദ്രയെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ സ്റ്റാലിന് പഠിക്കുകയാണെന്നും ജോയ് മാത്യുവിന്റെ കുറ്റപ്പെടുത്തൽ. സ്റ്റാലിന് പഠിക്കുന്ന നമ്മുടെ മുഖ്യമന്ത്രി യഥാർത്ഥത്തിലും സ്റ്റാലിന് പഠിക്കുകയാണല്ലോ. അപ്പോൾ സ്റ്റാലിന് പഠിക്കുന്ന മുഖ്യമന്ത്രി ആ സമരത്തെ എന്താ പറയുക, എങ്ങനെ പ്രതികരിക്കും? അവരെ CIT ആണ് സമരം നടത്തുന്നത്, 26,000 രൂപയാണെന്ന് പറഞ്ഞിട്ട്. ഇവിടെ ഈ സമരത്തിന് ഏതെങ്കിലും രീതിയിൽ സമരത്തോട് രഞ്ജിപ്പിലെത്തിക്കഴിഞ്ഞാൽ തങ്ങളുടെ മാനം പോവും എന്നുള്ള പേടിയാണ്. അതേസമയം സമരം ചെയ്യുന്ന ആശാ അംഗനവാടി പ്രവർത്തകർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് UDF തിരുവനന്തപുരം കോർപ്പറേഷന് മുന്നിൽ ധർണ സംഘടിപ്പിച്ചു. സമരത്തെ തള്ളിപ്പറഞ്ഞ INTUC നിലപാടിനെ കെ മുരളീധരൻ പരോക്ഷമായി വിമർശിച്ചു. INTUC സ്വതന്ത്ര സംഘടനയാണ്, അവർക്ക് അവരുടെ നിലപാട്. പക്ഷെ കോൺഗ്രസ് പാർട്ടിയാണ് തീരുമാനങ്ങൾ എടുക്കുന്നത്. കോൺഗ്രസിന്റെ നിലപാട് KPCC പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ള നേതാക്കന്മാരൊക്കെ എൻഡോഴ്സ് ചെയ്തിട്ടുള്ളതാണ്. അതാണ് ഞങ്ങളുടെ നയം. നിരാഹാര സമരം തുടരുന്ന ആശാ വർക്കേഴ്സിന്റെ ആരോഗ്യസ്ഥിതി പരിശോധിക്കാൻ ഇതുവരെ സർക്കാർ ഡോക്ടേഴ്സ് എത്തിയില്ലെന്നും കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷന്റെ വിമർശനം. 45 ദിവസം പിന്നിട്ടിട്ടും നിരാഹാര സമരം 7ാം ദിവസത്തിലേക്ക് കടക്കുമ്പോഴും ഗവൺമെന്റിന് യാതൊരു തരത്തിലുള്ള ഒരു പുരോഗതി ഉണ്ടാകുന്നില്ല ഗവൺമെന്റ് ഭാഗത്തു നിന്ന്. അതുകൊണ്ട് സമരം അതിശക്തമായിട്ട് തന്നെ മുന്നോട്ട് പോകാനാണ് തീരുമാനിക്കുന്നത്. സമരം 1.5 മാസം പിന്നിടുമ്പോഴും സമരത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്ന നിലപാടിലാണ് ആശാ വർക്കേഴ്സ്. 24 തിരുവനന്തപുരം.